റവ കൊണ്ട് ഇതുപോലെ നേർത്ത ഷീറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? സാധാരണ നമ്മൾ മൈദ കൊണ്ടല്ലേ ഇതുപോലത്തെ ഷീറ്റൊക്കെ തയ്യാറാക്കാറ്. എന്നാൽ റവ ഉപയോഗിച്ചും ഇതുപോലെ നല്ല നേർത്ത ഷീറ്റ് ഉണ്ടാക്കിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവ് റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. റവ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ നല്ല ഫൈൻ ആയിട്ടുള്ള റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തടിച്ച റവ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 കപ്പ് അളവ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുക്കുന്നത് റവയുടെ കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൂട്ട് തയ്യാറാക്കി എടുക്കാം. നമ്മളിത് സോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ 1 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് സോക്ക് ചെയ്തെടുക്കുന്നത്. ലിക്വിഡായിട്ടുള്ള കൂട്ടായിട്ട് തയ്യാറാക്കി എടുത്താൽ മതി. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കൂട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നോളും. ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. എല്ലാ വെജിറ്റബിൾസിൻ്റെയും ക്രഞ്ചിനെസ് പോവാതെ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ സവാള ഇപ്പോൾ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണക്കം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്നിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്തേക്ക് ഇതിലേക്ക് കുറച്ച് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 നിറത്തിലുള്ള ക്യാപ്സിക്കം ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പച്ച മാത്രമാണെങ്കിൽ അത് മാത്രം ചേർത്താലും മതി. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 1/2 കപ്പോളം കോണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സ്വീറ്റ് കോൺ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഈ ഒരു ചേർത്തിരിക്കുന്ന പച്ചക്കറികൾ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഉള്ള പച്ചക്കറികൾ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് എരിവിന് പാകത്തിന് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാ മസാലയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഒന്ന് നല്ലപോലെ തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാനാണ് പോകുന്നത്. പച്ചക്കറിയുടെ ഒന്നും ക്രഞ്ചിനെസ് മാറേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ആ ഒരു പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അതൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിരുന്നു. പച്ചക്കറിയൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അതൊക്കെ ഒന്ന് ചെറുതായി വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു സമയം വരെയാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ അളവിൽ ഷേസ്വാൻ സോസുമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഷേസ്വാൻ സോസ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് മാത്രം ചേർത്താലും മതിയാകും. കയ്യിൽ റെഡ് ചില്ലി സോസോ അല്ലെങ്കിൽ ചില്ലി ഗാർലിക് സോസോ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറി വരണം. ആ ഒരു സമയം വരെ മാത്രമാണ് ഇത് വഴറ്റിയെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ മസാല ഉണ്ടാവേണ്ടത്. ആ ഒരു മസാല തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയം ഞാനിവിടെ റവയുടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. റവ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു കൂട്ട് ഇനി മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മിക്സറിൻ്റെ ജാറ് കഴുകിയിട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഇതിലേക്ക് 1/4 കപ്പ് അളവ് വെള്ളമാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല ലിക്വിഡായിട്ടുള്ള കൂട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പോറിങ് കൺസിസ്റ്റൻസിയിലുള്ള കൂട്ട് എന്നാണ് ഇതിന് പറയാറ്. ഈ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ടുണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെക്കൊണ്ട് നമുക്ക് ഷീറ്റ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയിരുന്നു. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ അത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ കൂട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ചുഴറ്റിയെടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം നോൺ സ്റ്റിക്ക് പാൻ തന്നെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ പാൻ നന്നായി ചൂടാവാൻ പാടില്ല. ഒരു ലൈറ്റ് ചൂട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതുപോലെ മാവൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് ആറി വരുന്നത് വരെ മാത്രം കുക്ക് ചെയ്യുക. അതിനുശേഷം സാവധാനം ഷീറ്റ് ഒന്ന് ഇളക്കിയെടുക്കുക.
കണ്ടില്ലേ, നല്ല നേർത്ത ഷീറ്റാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെയാണ് നമ്മൾ ഷീറ്റ് തയ്യാറാക്കി എടുക്കേണ്ടത്. തയ്യാറാക്കിയ ഷീറ്റ് ഏത് പാത്രത്തിലേക്കാണോ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു പാത്രം ഒന്ന് ചെറുതായിട്ട് എണ്ണ തടവി കൊടുത്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഷീറ്റൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഷീറ്റ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടെ പാന് ഒരുപാട് ചൂടാവാൻ പാടില്ല. ഒരിളം ചൂടിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ നേർത്ത ഷീറ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ മുകൾ ഭാഗം ഒന്ന് ഉണങ്ങി വരുമ്പോൾ തന്നെ എടുക്കുക. ഇതേപോലെ തന്നെ ഞാൻ എല്ലാ ഷീറ്റും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ ചൂടൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു അരക്കപ്പളവ് ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചീസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നതുകൊണ്ടാണ് ഞാനിവിടെ ചീസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് ഇവിടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റ് എടുക്കുക. ഷീറ്റിൻ്റെ നടുഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം 4 ഭാഗവും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ എടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഷീറ്റിൻ്റെ സൈഡ് ഭാഗത്ത് വെള്ളമോ മൈദയോ ഒന്നും തന്നെ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കുക്കായിട്ട് വരുമ്പോൾ നല്ലപോലെ ഒട്ടി നിന്നോളും. അപ്പോൾ ദാ ഇതുപോലെ ഞാനൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. മടക്കിയെടുത്ത് ഇങ്ങനെ ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചാൽ മാത്രം മതി. ഈ ഒരു രീതിക്കാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കുഞ്ഞു കുട്ടികൾക്ക് വരെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിക്കാണ് ഞാനിതിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ മാത്രമേ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കണമെന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് ചെയ്തെടുത്താലും മതിയാകും. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ലോ ഫ്ലെയിമിൽ ആക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഷീറ്റ് ആയാലും ഫില്ലിംഗ് ആയാലും ഒക്കെ വെന്ത് വന്ന് തന്നെയാണ്. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകുക. സമയം കഴിയുന്തോറും അതിൻ്റെ ക്രിസ്പിനെസ് കുറേയൊക്കെ മാറും. സാധാരണ നമ്മൾ മൈദയാണ് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറ്. ഇപ്രാവശ്യം നമ്മൾ റവ കൊണ്ടാണ് ഷീറ്റ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.